വളരെ എളുപ്പത്തിൽ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു 150 ഗ്രാം ശർക്കര ഒന്ന് അലിയിപ്പിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിച്ച് വെച്ച ചെറു ചൂടുള്ള ശർക്കര പാനിയും കൂടെ ചേർക്കണം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് മാവ് തയ്യാറാക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയോ അതോടൊപ്പം തന്നെ കുറച്ച് റവയും അതോടൊപ്പം തന്നെ ജീരകമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ ഇത് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് നെയ്യപ്പങ്ങൾ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ട്രഡീഷണൽ ഒരു റെസിപ്പിയാണ്. വേണമെങ്കിൽ നമുക്കിതൊരു തട്ടിക്കൂട്ട് നെയ്യപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്.